ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നോമ്പ് തുറക്കലിൻ്റെ പ്രധാന വിഭവങ്ങളിലൊന്നായ തരി കാച്ചിയത് അല്ലെങ്കിൽ തരിക്കഞ്ഞി എന്ന് പറയുന്നൊരു വിഭവമാണ്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടാവുകയും ചെയ്യും. ഇത് പെട്ടെന്ന് ക്ഷീണം മാറ്റാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടെയാണ്. ഈ ഒരു റെസിപ്പി ഇവിടെ കാരമലായിട്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴും ഒന്ന് ഉരുക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വെച്ചാലും മതി. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് പഞ്ചസാര താഴെ കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിള വരുമ്പോൾ ഉരുകി വന്നോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇവിടെ ഇപ്പോൾ ഇതാ പാലും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്നട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്താ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉള്ളത് വെച്ചാൽ അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3 ചെറിയ ഉള്ളിയാണ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ. ഇനി നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ട് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ബദാം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതല്ല പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അഥവാ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഡയറക്റ്റായിട്ട് പാലിൽ റവ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ റവ ഒട്ടും കുഴയാതെ നല്ലൊരു തരിക്കഞ്ഞി കിട്ടും. ഇനി നമ്മൾ നേരത്തെ പാൽ തിളപ്പിച്ചതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം കൈവിടാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയും വേണം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തരിക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കലിൻ്റെ പ്രധാന വിഭവങ്ങളിലൊന്നായ ഒരു തരിക്കഞ്ഞിയാണ്. ഇത് തേങ്ങാപ്പാൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്നുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും വേണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്